പണ്ടു പണ്ട്, വളരെ പണ്ട്, പച്ചപ്പട്ടു വിരിച്ച സുന്ദരവനം എന്ന അതിമനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന വൻമരങ്ങളും കളകളാരവം പാടിയൊഴുകുന്ന കാളിന്തി എന്ന പുഴയും പല നിറത്തിലുള്ള പൂക്കളും നിറഞ്ഞതായിരുന്നു ആ വനം. ആ കാട്ടിലെ ആനക്കൂട്ടത്തിൽ അപ്പു എന്നു പേരുള്ള ഒരു കുഞ്ഞൻ ആനക്കുട്ടിയുണ്ടായിരുന്നു. അപ്പു കാണാൻ വളരെ സുന്ദരനായിരുന്നു. ഉരുണ്ട തുതിക്കൈയും വിടർന്ന ചെവികളും കുസൃതി നിറഞ്ഞ കണ്ണുകളും അവനുണ്ടായിരുന്നു. പക്ഷേ അവനൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അവന് ഒട്ടും അനുസരണശീലമുണ്ടായിരുന്നില്ല. മുതിർന്നവരെന്തു പറഞ്ഞാലും അതിന് നേരെ വിപരീതമേ അവൻ ചെയ്യുകയുള്ളൂ. ഒരു ദിവസം രാവിലെ കാട്ടിലെ മരങ്ങളെല്ലാം മഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയം അപ്പുവിൻ്റെ അമ്മയായ അമ്മു അവനെ വിളിച്ചു. "അപ്പൂ, മോനെ, വേഗം വാ, നമുക്ക് പുഴയിൽ പോയി കുളിക്കാം. സൂര്യൻ ഉച്ചയിലെത്തുന്നതിനു മുൻപേ നമുക്ക് തിരികെ വരണം." അമ്മയുടെ വിളി കേട്ട അപ്പു മടിയോടെ എഴുന്നേറ്റു. "എനിക്ക് കുളിക്കാൻ വയ്യ അമ്മേ, എനിക്ക് കാട്ടിലൂടെ ഓടിക്കളിക്കാനാണ് ഇഷ്ടം," അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അമ്മ സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തലോടി പറഞ്ഞു, "അപ്പൂ, വൃത്തിയായിരുന്നാലേ ആരോഗ്യമുണ്ടാവൂ. മാത്രമല്ല, നമ്മൾ ആനകൾ കൂട്ടമായി വേണം സഞ്ചരിക്കാൻ. കാടിൻ്റെ അങ്ങേ തലക്കൽ ഇരുണ്ട താഴ്വരയുണ്ട്. അവിടെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല." ഇരുണ്ട താഴ്വര എന്ന പേര് കേട്ടപ്പോൾ അപ്പുവിൻ്റെ കുസൃതി കണ്ണുകൾ തിളങ്ങി. എന്താകും അവിടെ? എന്തിനാണ് അമ്മ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത്? അമ്മ കാണാതെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? അപ്പുവിൻ്റെ മനസ്സിൽ കൗതുകം നിറഞ്ഞു. പുഴക്കരയിലെത്തിയപ്പോൾ എല്ലാവരും വെള്ളം തെറിപ്പിച്ചു കുളിക്കാൻ തുടങ്ങി. അമ്മു വേറൊരാനയോട് സംസാരിക്കുന്ന തക്കം നോക്കി അപ്പു പതുക്കെ അവിടെ നിന്നും മുങ്ങി. അവൻ കാടിൻ്റെ ഉള്ളിലേക്ക് അമ്മ വിലക്കിയ ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. വഴിയിൽ നിറയെ വർണ്ണശബളമായ പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റവൻ്റെ വലിയ ചെവികളിൽ വീശിയടിച്ചു. അവൻ ആസ്വദിച്ച് നടന്നു. പെട്ടെന്നാണ് മരക്കൊമ്പിലിരുന്ന മിത്തു എന്ന തത്ത അപ്പുവിനെ കണ്ടത്. മിത്തു വിളിച്ചു പറഞ്ഞു, "അപ്പൂ, അപ്പൂ, നീ എങ്ങോട്ടാണ് ഈ ഒറ്റയ്ക്ക് പോകുന്നത്? ആ വഴി അപകടമാണ്. അമ്മ അറിയാതെ നീ പോകരുത്." അപ്പു തുതിക്കൈ ഉയർത്തി അഹങ്കാരത്തോടെ പറഞ്ഞു, "നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വലിയ കുട്ടിയായി. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോകും." അപ്പു മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചിന്നു എന്ന കുരങ്ങൻ അവനെ തടഞ്ഞു. "അപ്പൂ, നിൽക്കൂ, മുന്നിൽ വലിയ ചതുപ്പാണ്. അതിൽ വീണാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. തിരികെ പോകൂ." ചിന്നുവിൻ്റെ വാക്കുകൾ അപ്പു പുച്ഛിച്ചു തള്ളി. "ഹഹഹ, എന്നെ ഉപദേശിക്കാൻ വരണ്ട. എൻ്റെ ശക്തി നിനക്കറിയില്ല," എന്നു പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. പതുക്കെ പതുക്കെ കാടിൻ്റെ ഭാവം മാറിത്തുടങ്ങി. പച്ചപ്പ് കുറഞ്ഞു വന്നു. മരങ്ങളെല്ലാം കരിഞ്ഞു ഉണങ്ങിയ പോലെയായി. സൂര്യപ്രകാശം കുറഞ്ഞു. എങ്ങും ഭീകരമായ നിശബ്ദത. അപ്പുവിന് ചെറിയ പേടി തോന്നി തുടങ്ങി. പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. വലിയൊരു ഇടിമുഴക്കം കേട്ടു. ദും! അപ്പു ഞെട്ടിവിറച്ചു. അവൻ തിരികെ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കാലുകൾ എന്തിലോ കുടുങ്ങിപ്പോയി. നോക്കുമ്പോൾ അവൻ വലിയൊരു ചതുപ്പിലാണ് നിൽക്കുന്നത്. അവൻ കാൽ വലിച്ചെടുക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. "അമ്മേ, അമ്മേ, രക്ഷിക്കണേ!" അപ്പു ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ്റെ ശബ്ദം ആ ഇരുണ്ട താഴ്വരയിൽ പ്രതിധ്വനിച്ചു. ഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി. മിന്നൽ പിണരുകൾ ആകാശത്തെ കീറിമുറിച്ചു. അപ്പുവിൻ്റെ കണ്ണിന് മുൻപിൽ ഇരുട്ടു മാത്രമായി. താൻ ചെയ്ത തെറ്റവൻ ഓർത്തു. അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിൽ പെടില്ലായിരുന്നു. മിത്തുവും ചിന്നുവും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ സുരക്ഷിതനായിരുന്നേനെ. അപ്പുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മഴവെള്ളത്തോടൊപ്പം ഒഴുകി. സമയം കടന്നുപോയി. ചതുപ്പ് അവനെ പതുക്കെ വിഴുങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് ദൂരെ നിന്ന് പരിചിതമായ ഒരു ചിഹ്നം വിളി കേട്ടത്. അത് അമ്മയായിരുന്നു. "അപ്പൂ, മോനെ!" അമ്മയുടെ ശബ്ദം. അപ്പു സർവ്വശക്തിയും എടുത്ത് തിരികെ വിളിച്ചു, "അമ്മേ, ഞാൻ ഇവിടെയുണ്ട്." മരങ്ങൾക്കിടയിലൂടെ അമ്മുവും ആനക്കൂട്ടവും ഓടി വന്നു. അപ്പുവിനെ കണ്ട അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മു വേഗം തൻ്റെ നീളമുള്ള തുതിക്കൈ നീപ്പി അപ്പുവിൻ്റെ തുതിക്കൈയിൽ പിടിച്ചു. കൂടെ വന്ന മറ്റാനകളും സഹായിച്ചു. എല്ലാവരും ചേർന്ന് വലിച്ച് വളരെ കഷ്ടപ്പെട്ട അപ്പുവിനെ ആ ചതുപ്പിൽ നിന്ന് കരയ്ക്ക് കയറ്റി. ചളിയും മണ്ണും പുരണ്ട് വിറച്ചു നിൽക്കുന്ന അപ്പു അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. "അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും അമ്മയെ അനുസരിക്കാതിരിക്കില്ല. മുതിർന്നവർ പറയുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി." അമ്മു സ്നേഹത്തോടെ അവനെ കുളിപ്പിച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം അപ്പു സുരക്ഷിതനായതിൽ സന്തോഷിച്ചു. അന്നു മുതൽ അപ്പു ആ കാട്ടിലെ ഏറ്റവും അനുസരണയുള്ള കുട്ടിയായി മാറി. അവൻ പിന്നീട് ഒരിക്കലും ഒറ്റയ്ക്ക് എവിടെയും പോയില്ല. മുതിർന്നവരുടെ വാക്കുകൾ അവഗണിച്ചാൽ അത് വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് അപ്പുവിന് മനസ്സിലായി.
കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മാന്ത്രിക കഥയുമായി വീണ്ടും കാണാം.